ഒരു പ്രോപ്പർ ടോയ്ലറ്റിന്റെ സൈസ് അത് എത്രയായിരിക്കണം? പലരും പല അഭിപ്രായം പറയും. പക്ഷെ ഞങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഒരു വിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 ഫീറ്റ് വിട്ട് 550, അതായത് 150 സെന്റിമീറ്റർ, 150, 152 ഒരു 5 അടി നീളം വരുന്നത്, ഒരു 8 അടി 240. ഇത്രയും നമുക്കൊരു സ്റ്റാൻഡേർഡ് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. ഈ 5 ഫീറ്റ് എന്നുള്ളത് നമുക്ക് 150 എന്നുള്ളത് ഒരു 130, 135 വരെ ഏറ്റവും കുറയ്ക്കാം. അതിൽ കൂടുതൽ കുറയാതിരിക്കാൻ നല്ലത്. ഇനി നമുക്ക് ഞങ്ങളെപ്പോഴും ഒരു 140, ഒരു 150 വരെയാണ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാറ്. ലെങ്ത് 240 എന്നുള്ളത് നമുക്കൊരു 270 വരെ ആക്കാം. 3 മീറ്ററോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. 270, അതായത് 9 അടി വരെ ആക്കി എടുത്താലും ആ സ്പേസ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം പലപ്പോഴും സംഭവിക്കും, ഡിസൈൻ ചെയ്യുന്നത് ടോയ്ലറ്റ് കുറച്ച് സൈസ് ഉണ്ടായിക്കോട്ടെ, 150 നമ്മളൊരു 180 ആക്കി കഴിഞ്ഞാൽ റിമൈനിങ് വരുന്ന 30 സെന്റിമീറ്റർ അത് ശരിക്കും ആ ടോയ്ലറ്റിനെ സംബന്ധിച്ച് നമുക്കൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം നമുക്ക് ആ 30 സെന്റിമീറ്റർ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ ആ 30 സെന്റിമീറ്റർ നമുക്ക് ടൈലിങ്ങിനുള്ള അഡീഷണൽ വരുന്ന കോസ്റ്റ്, അതേപോലെ തന്നെ അതിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കോസ്റ്റ് തന്നെയല്ല. ഇത് നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ടൊരു പ്രശ്നമുണ്ട്. ടോയ്ലറ്റൊക്കെ നമുക്ക് വീക്കിലി ക്ലീൻ ആക്കേണ്ടി വരും. ഈ ഏരിയയും കൂടി, അഡീഷണൽ വരുന്ന ഏരിയയും കൂടി നമുക്ക് വീക്കിലി ക്ലീൻ ആക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ടോയ്ലറ്റ് എപ്പോഴും കോമ്പാക്ട് സൈസിലേക്ക് എത്തിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞ ഒരു സാധാരണ ടോയ്ലറ്റിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതേസമയം ഒരു പ്രീമിയം ടോയ്ലറ്റ് നമ്മൾ ചെയ്യാണ്, ജാക്കൂസി അങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ എന്താണോ വെക്കാൻ പോകുന്നത് ജാക്കൂസി, അത് ഫൈനലൈസ് ചെയ്തിട്ട് വേണം അതും കൂടിയും ചെയ്തിട്ടുള്ള സൈസിലേക്ക് നമ്മൾ എത്തിക്കുക. അത് നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിക്കും ഇന്ന മോഡലായിരിക്കും നമ്മൾ വെക്കുന്നത്. നമ്മൾ പർച്ചേസ് സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിന് സംഭവിക്കാം. എങ്കിലും നമ്മൾ എന്ത് വെക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം.